കൊടുവള്ളിയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ലീഗിൽ ഇത്തിരി ഭിന്നതയുണ്ട്. കെ.എം. ഷാജി, പി.കെ. ഫിറോസ് തുടങ്ങിയ യുവ നേതാക്കളെ കൊടുവള്ളിയിൽ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യം. എന്നാൽ പ്രാദേശിക നേതാക്കൾ മതി എന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം. ജില്ലാ പ്രസിഡന്റ് എം.എ. റസാഖ്, മണ്ഡലം പ്രസിഡന്റ് വി.എം. ഉമ്മർ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സൈനുലാബ്ദീൻ തങ്ങൾ എന്നിവരാണ് പ്രാദേശിക പരിഗണനയുള്ള നേതാക്കൾ. വി.എസ്. രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, അങ്ങനെ നൂലിൽ കെട്ടി ആരെയും ഇറക്കണ്ട എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറയുന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ട്, അവർക്കൊരു സീറ്റ് കൊടുക്കേണ്ടതുണ്ട്. സംസ്ഥാന നേതൃത്വവും യൂത്ത് ലീഗും ഒക്കെ തമ്മിൽ ഒരു സമവായത്തിൽ എങ്ങനെ എത്തും? മധു, തീർച്ചയായും അത് തന്നെയാണ്. കോഴിക്കോട് അല്ലെങ്കിൽ മലബാറിൽ ലീഗിനെ സംബന്ധിച്ച് ഉറച്ച സീറ്റുകൾ, ഇപ്പോൾ മലപ്പുറത്തെ ഉറച്ച സീറ്റുകളുണ്ട്. കോഴിക്കോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറച്ച സീറ്റുകൾ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സീറ്റാണ് കൊടുവള്ളി സീറ്റ് എന്ന് പറയുന്നത്. ആ സീറ്റിലാണ് കഴിഞ്ഞ തവണ എം കെ മുനീറിനെ മത്സരിപ്പിച്ചത്. ഇത്തവണ എം കെ മുനീർ കൊടുവള്ളിയിൽ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അങ്ങനെയാണെങ്കിൽ പ്രാദേശിക നേതാക്കന്മാർ മതി എന്നുള്ളതാണ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി അഭിപ്രായം പറയുന്നത്. ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എം.എ. റസാഖ്, മണ്ഡലം പ്രസിഡന്റ് വി.എം. ഉമ്മർ, അതുപോലെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സൈനുലാബ്ദീൻ തങ്ങൾ തുടങ്ങിയ പേരുകളാണ് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഉറച്ച മണ്ഡലങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതിൽ കെ.എം. ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ പരാജയപ്പെട്ടതാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മണ്ഡലം എന്ന് പറയത്തക്ക രീതിയിലൊരു മണ്ഡലമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനം ഉണ്ടാക്കട്ടെ വി.എസ്. രഞ്ജിത്ത്, ഇതിലൊരു സമവായം ഉണ്ടാക്കുകയും